അസ്സലാമലൈക്കും. ഈദ് മുബാറക്. രാവിലെ തന്നെ സമയം ആയിട്ടുണ്ടാവും, 6 മണിയായിട്ടുണ്ട്. ബീഫ് ബിരിയാണി കേട്ടോ. ബീഫ് വന്ന് ബിസ്മില്ലാഹിർ ബീഫ് വന്ന് മസാല ഇപ്പുറത്തേക്ക് വാടാൻ വേണം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ചതിലേക്ക് ഗീ ഇട്ടിട്ടാണ് ഞാൻ ഫസ്റ്റില്ലേ തൂവുള്ള ചോറ് കിട്ടാൻ വേണ്ടിയിട്ട്, തൂവലല്ല മസാലയിൽ മുടി. ഒരു മിനിറ്റ്. ബീഫ് വന്നിട്ടുണ്ടോ ഓഫ് ചെയ്ത് ഇനി ഇതിലേക്ക് ഫസ്റ്റ് മസാലക്ക് നെയ്യ് ഒഴിച്ചിരുന്ന് ഉള്ളി പൊരിച്ചിട്ട് വെക്കട്ടെ. ഉള്ളിയിൽ കുറച്ച് നൈസായിട്ട് കട്ട് ചെയ്ത് ഉള്ളിയിലേക്ക് കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ ബിരിയാണിക്ക് പൊരിച്ചെടുക്കുന്നു. രാവിലെ ഞാൻ 5:30 കിച്ചണിൽ വന്നത്. 5:30 വന്നിട്ട് വെളുത്തുള്ളിയെല്ലാം തൊളി കളഞ്ഞ്, പിന്നെന്താ വെളുത്തുള്ളി തൊളി കളഞ്ഞ് എന്തിനാണോ മസാല ആയിട്ടില്ല. ബീഫ് വേവിക്കുന്ന സമയത്ത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കുറച്ച് അരച്ചിട്ട് ചേർക്കും ഞാൻ. പിന്നെ ചിക്കൻ മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഇന്നലെ നോമ്പെടുക്കാൻ നേരത്ത് മഞ്ഞൾ, മുളക്, ഉപ്പിട്ടിട്ട് മസാല ഇട്ടതാണ്. പക്ഷെ എന്താണ് അതിൽ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇപ്പം ബീഫിനും അതിനും കൂടി വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് പിന്നെ രാവിലത്തെ കുറേ പാത്രങ്ങളെല്ലാം ഉണ്ടാവില്ലേ ഇന്നത്തെ. പിന്നെ നാസ്ത വേണ്ട, നമുക്ക് ഇതുണ്ട് ഇന്നലത്തെ വാട്ടിപ്പത്തിൽ നല്ല മീൻ കറി. നോമ്പോട്ട് ആരും ഒന്നും കഴിച്ചിട്ടില്ല. ബ്രെഡ് അരച്ചുണ്ടായിരുന്നു, അത് മാത്രം കഴിച്ചിട്ട് പോയി. പത്തിരി മീൻ കറി ഉണ്ട്. അതിപ്പോൾ എന്താ നിസ്കരിച്ചിട്ടല്ലേ വലിയ പെരുന്നാൾ നമ്മൾ നാസ്ത കഴിക്കുമോ. അപ്പോൾ പിന്നെ അതങ്ങനെ കഴിക്കാൻ കഴിച്ച് മസാല ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെന്താ ചോറ് എല്ലാം ഗ്യാസിലും തുറക്കുന്നതിൻ്റെ മുന്നേ ചോറിൻ്റെ ചെമ്പിൽ നമ്മൾ പട്ട എല്ലാം ഇടുമല്ലോ, എല്ലാം ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെക്കും. പിന്നെ നമ്മൾ കിച്ചണിൽ വൃത്തിയിടാവില്ല. എന്നിട്ട് വൈകി 12 മണിക്ക് വന്നിട്ട് ഞാൻ ചോറ് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് അരി ഇട്ടിട്ട് ദം ചെയ്യുക. അത് ഫ്ലോറസ്കാരം കഴിഞ്ഞ് ചൂടോടെ ബിരിയാണി ദം ഒഴിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ഡ്രസ്സെല്ലാം മാറുമല്ലോ നിസ്കരിക്കുമ്പോഴത്തേക്ക്. പിന്നെ ഡ്രസ്സെല്ലാം മാറിയിട്ട് നമ്മളെ മേത്തെല്ലാം തെറിക്കൂല, അങ്ങനെ സ്മെല്ലെല്ലാം വരുമല്ലോ. അതുകൊണ്ട് നമുക്കെന്താ വെള്ളം ഈ ബിരിയാണിയിൽ ഫസ്റ്റ് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്കെല്ലാം ഇട്ട് പൊട്ടിച്ച്, പിന്നെ അതിനകത്തേക്ക് പിന്നെ ചെറുനാരങ്ങ നീര്, കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ട് വെള്ളം 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് അരി എന്ന നിലയിൽ വെള്ളം ഒഴിച്ച് ആ സെറ്റാണ് മൂടി വെക്കും. തിളപ്പിക്കുന്ന സമയത്ത് ഓഫ് ചെയ്തോളൂ. തിളപ്പിക്കുന്നത് വയ്യ തിളപ്പിക്കണം. എന്നിട്ട് അതിൽ ഞാൻ അരിയും കുതിർത്തി വെച്ചിട്ട് ഞാനിപ്പോൾ ബിരിയാണിക്ക് അരി കുതിർത്ത് വെക്കും. പോർത്തി വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, നമ്മളങ്ങനെ പറയാം അരി പോർത്തൽ. അപ്പോൾ കുതിർത്ത് വെക്കുക അങ്ങനെ. അപ്പോൾ ഈ പ്രാവശ്യത്തെ പെരുന്നാളെന്നല്ല, കുറച്ച് ദിവസമായിട്ട് മാനസികമായിട്ട് വളരെ പിരിമുറുക്കം. എന്താണെന്നറിയില്ല എനിക്ക്. എല്ലാപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, നമ്മളെല്ലാം ഒരേപോലെ ഉണ്ടാവില്ല. എന്തെങ്കിലും എനിക്കെൻ്റെ എന്തൊക്കെയോ പറയാം. അതുകൊണ്ട് തീരെ മൂടില്ല ഒരു കാര്യത്തിൽ. ഞാൻ ഫിഷ് ബിരിയാണി വെക്കണം വെച്ചപ്പോൾ 1300 നല്ല ഫിഷിൻ്റെ വില. പക്ഷെ അത്രയും വില എൻ്റെ വേണ്ട അറിയാം. അപ്പോൾ പിന്നെ ബീഫാക്കി. അപ്പോൾ കുറേ ദിവസമായി ബീഫ് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്കത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ ബീഫ് ബിരിയാണി. ഫിഷ് ബിരിയാണിയാണ് ഇഷ്ടം. അവിടെ എനിക്കും ആദ്യക്കും ഫിഷ് ബിരിയാണിയാണ് ഇഷ്ടം. രണ്ടാമത്താക്ക് ബീഫ് ഇഷ്ടം. മട്ടൻ ആർക്കും ഇഷ്ടമല്ല. മട്ടൻ്റെ ആ ഒരു സ്മെല്ല് ആർക്കും പറ്റൂല. മട്ടൻ ബിരിയാണി ഇഷ്ടമല്ല. നേരെ കുറച്ച് എന്ത് ഇഷ്ടമാണ്, മട്ടൻ വരട്ടിയാൽ ഇഷ്ടമാണ്, മട്ടൻ ചാപ്സ് ഇഷ്ടമാണ്, മട്ടന് കുറുമ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. പക്ഷേ ഈ ബിരിയാണിക്ക് വലിയ ഇഷ്ടമില്ലായിരിക്കും. കഴിക്കാണ്ടില്ല. ഇപ്പോൾ കല്യാണ വീട്ടിലെല്ലാം പോയാൽ ബിരിയാണി നമ്മൾ കഴിക്കാതെയൊന്നുമില്ല. പക്ഷേങ്കിൽ വലിയ ഇഷ്ടമില്ല. അതാണ് ഞാൻ വിചാരിച്ച് ഇന്നലെ 6 മണി ഞാൻ മറ്റേ ഫോൺ അങ്ങനെയുള്ള സമയം ക്ലോക്ക് അവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ബീഫ് വന്ന് ഇനിയിപ്പോൾ ഉള്ളി പൊരിച്ച് വെച്ചിട്ട് ഞാൻ മസാലയ്ക്ക് നമ്മൾ എന്തായാലും വെളിച്ചെണ്ണ ഒഴിക്കുമല്ലോ, അതിൽ ഞാൻ ഉള്ളി പൊരിക്കുക. അത് മസാലയ്ക്ക് ഒരു ഫ്ലേവറും ഉണ്ട്, നല്ല ഫ്ലേവറായിരിക്കും ഈ ഉള്ളി പൊരിച്ച നെയ്യിൽ നമ്മൾ മസാല. കാരണം സാധാരണ നമ്മൾ ഫിഷ് ബിരിയാണി വെക്കുമ്പോൾ എന്താ ചെയ്യുക, ഫിഷ് പൊരിച്ച നെയ്യിലാണ് നമ്മൾ ഫിഷിൻ്റെ മസാലയുടെ ഉള്ളി വാട്ടുക. ചിക്കൻ ഫ്രൈ ബിരിയാണി ആണെങ്കിൽ അങ്ങനെ തന്നെ.
അല്ലാത്ത ഫ്രൈ ഐറ്റമല്ലാത്ത ബിരിയാണിക്കെല്ലാം ഞാൻ മസാല വെക്കുന്ന നെയ്യിൽ ഉള്ളി പൊരിച്ചെടുക്കും, ചോറിൻ്റെ ഉള്ളി പൊരിച്ചെടുക്കും. എന്നാൽ നമ്മൾ ചോറിന് അല്ല മസാലയ്ക്ക് ഒരു ഫ്ലേവർ, നല്ല ഫ്ലേവറാണ്. നെയ്യിലേക്ക് നമ്മൾ പിന്നെ ഉള്ളിയെല്ലാം വാട്ടി തക്കാളിയോ എല്ലാം ഇട്ട് ഞാൻ ബീഫ് വേവിക്കുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു പച്ചമുളക് എടുത്തിട്ടുള്ള രണ്ടിനും കൂടിയിട്ട് എന്നിട്ട് വേവിച്ചിട്ട് തൈര് ഇട്ടിട്ടാണ് ബീഫ് വേവിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ തക്കാളി കുറച്ചേ ഉള്ളൂ ബീഫിനകത്ത്. ഫിഷ് മസാലയാകുമ്പോൾ നല്ലോണം തക്കാളിയെല്ലാം വേണം. അപ്പോൾ പെരുന്നാൾക്ക് എല്ലാം അടിപൊളിയായി, എല്ലാവരും അടിപൊളിയായിട്ട് പെരുന്നാളെല്ലാം ആഘോഷിപ്പിച്ചിട്ടുണ്ടാവും വിചാരിക്കും. നിങ്ങൾക്ക് എത്തുമ്പോഴത്തേക്ക് പെരുന്നാൾ കഴിയുമല്ലോ. എന്നാലും അപ്പോൾ ഞാൻ ബാക്ക് ക്യാമറ വെച്ചിട്ട് കാണിച്ചു തരാം. ഉള്ളി പൊരിയാനായിട്ടുണ്ട്, ഇത് കോരട്ടെ, ഇത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാ ഇത്രയും ഉള്ളി പൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ കോരി മാറ്റട്ടെ. കോരി മാറ്റിയിട്ട് നമുക്കിതിലേക്ക് മസാലേൻ്റെ ഉള്ളി ഇടാം. ഓക്കെ, ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വാടട്ടെ നല്ലോണം. ആ നെയ്യ് തന്നെ ഇട്ട് എന്തായാലും നമുക്ക് ഈ ഒരു ഉള്ളി വാടാൻ ഇത്രയും നെയ്യ് ആവശ്യമില്ല. പിന്നെ അതുകൊണ്ട് അതിലെ ഉള്ളിയൊക്കെ പൊരിച്ച് വെച്ചിട്ടാണ്. ഉള്ളി ഞാൻ ക്യാമറ ഓഫാക്കി കോരുമ്പോഴേക്ക് കുറച്ച് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നല്ലോണം വാടി നല്ല സെറ്റായി വരട്ടെ. ആ ഒരു സമയത്തേക്ക് ഞാൻ ഇതിൻ്റെ മസാലേൻ്റെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഫടാഫട്ടായിട്ട് കാര്യങ്ങൾ നീക്കാം. ഓക്കെ, ചിക്കനും ഈ സമയത്തിന് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഗ്യാസ് സ്റ്റോപ്പെല്ലാം വൃത്തിയിടാവും പൊട്ടിത്തെറിച്ചിട്ട്. അതുകൊണ്ട് അതും അവിടെ പൊരിച്ചാട് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ബീഫ് വെന്തിട്ട് മസാലയിലേക്ക് ചേർത്ത്. പെരുന്നാളല്ലേ, പായസം ഇല്ലാണ്ടൊരു മനസ്സമാധാനം കിട്ടുന്നില്ല. അപ്പം ഞാനില്ലേ പാൽപ്പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് കട്ടിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടി പാലിൽ തന്നെ കലക്കിയിട്ട് ചേർത്ത് കൊടുക്കും കേട്ടോ. കുക്കറിൽ വേവിച്ചതാണ്. നേരിയരി കുക്കറിൽ ഒരു 2 വിസിലടിച്ച് വേവിച്ച് പിന്നെ അത് വേറൊരു പാത്രത്തിലിട്ട് പാലും ഒഴിച്ച് പിന്നെ അതോടൊപ്പം നമ്മൾ ആ ഒരു അരിപ്പൊടി കലക്കിയല്ലോ, ഈ ഒരു വലിയ സ്പൂൺ അരിപ്പൊടി എടുത്ത് കലക്കിയെടുത്ത് അതും കുറച്ച് പാലിൽ കലക്കി അത് ഇതിൽ മിക്സ് ചെയ്ത് നല്ല കുറുകി തിക്കായി നല്ല അടിപൊളി പാൽപ്പായസം നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ പെരുന്നാളായിട്ട് ഞാൻ ആദ്യം പായസം വേണ്ടാന്ന് വിചാരിച്ചതാണ്, പുഡിങ് ഉള്ളത് കൊണ്ട്. പിന്നെ ഞാൻ ഈ പുഡിങ് എനിക്ക് അത്രയ്ക്ക് ടേസ്റ്റും ഓക്കെ ആയില്ല. അതുകൊണ്ട് പിന്നെ എന്താണ് പുഡിങ്ങിന് നമ്മളോട് ഫ്രഷ് ക്രീം ഒഴിക്കാൻ മറന്നു കഴിഞ്ഞു. മാംഗോ പുഡിങ്ങിന് ഫ്രഷ് ക്രീം ഇല്ലാഞ്ഞാൽ വലിയ ടേസ്റ്റ് കിട്ടില്ല. അങ്ങനെ ചോറൊക്കെ വെള്ളമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ പാത്രങ്ങൾ ഒരുവിധം കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പൊക്കെ തുടച്ച് പായസം നല്ലോണം കുറുകണം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതങ്ങനെ കുറുകുന്നുണ്ട്. ഇനിയിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പെല്ലാം തുടച്ച് കിച്ചൺ അടിച്ച് വാരി ഫുള്ള് തുടച്ച് വെച്ചാൽ നമുക്ക് വേഗം കുളിച്ച് 8 മണിക്കൊക്കെ നിസ്കരിക്കാൻ കയറണ്ടേ. ഞാൻ 5:15 കിച്ചണിൽ വന്നിട്ടുള്ളത്. അങ്ങനെ A to Z ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പായസമെല്ലാം നല്ല അടിപൊളി സെറ്റ്. ഞാൻ അരി കഴുകിയിട്ട് കുതിർത്തിക്കില്ല, അവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ വെച്ചിട്ട് നാസ്ത കഴിച്ച് നിസ്കരിച്ച് നാസ്ത കഴിച്ചിട്ട് അരി കഴുകിയിട്ട് കുതിർത്ത് വെക്കാം, പിന്നെ ഓവറായിട്ട് കുതിരണ്ടല്ലോ. അങ്ങനെ എല്ലാം സെറ്റാക്കി ക്ലീനാക്കി വെച്ച് പിന്നെ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നിസ്കാരങ്ങൾ കഴിഞ്ഞ് എല്ലാവരും കുട്ടികളൊക്കെ സെറ്റാകാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഓരോരുത്തരെയും മുടികെട്ടലും അങ്ങനെയൊക്കെ പരിപാടികളാണ് പിന്നെ ഉള്ളത്. അപ്പോൾ ഇല്ല, നിസ്കാരം കഴിഞ്ഞ് നിസ്കാരമെല്ലാം കഴിഞ്ഞ് നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നതാണ്. പത്തിരി, ഇന്നലത്തെ പത്തിരിയാണ്, നല്ല അയലക്കറി, ഇത് രണ്ടും. പിന്നെ വെറുതെ ഇന്നലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല, പത്തിരി ചൂടാക്കി കറി ചൂടാക്കിയിട്ടുണ്ട്. കുട്ടികളെല്ലാം റെഡി ആവണം, അവർക്ക് വായിൽ വെച്ച് കൊടുക്കട്ടെ. ഇല്ലെങ്കിൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവില്ല, കാരണം അറിയാലോ മൊഞ്ചേണ്ട തിരക്കില്ല. അപ്പോൾ എല്ലാവർക്കും മുടിയെട്ടി കൊടുക്കുന്നത് കുറേ കുട്ടികൾ വന്നിട്ടുണ്ട് ആദ്യത്തെ മുടിയെട്ടാനായിട്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇതൊന്ന് വായിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്നും ഇനി വരുന്നവരെ സ്വീകരിക്കാൻ നിൽക്കാം. റൂമെല്ലാം വൃത്തിയല്ല, കിച്ചണെല്ലാം വൃത്തി സൂപ്പറായിട്ട് അങ്ങനെ നമ്മൾ വരുന്ന ആൾക്കാർ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നല്ല സന്തോഷമല്ലേ. അല്ലാണ്ട് ആ പണിത്തിരക്കിൽ പോയിട്ട് പിന്നെ ആൾക്കാരെ സ്വീകരിക്കലൊരു നമുക്കൊരു ഏല് കിട്ടില്ല. അതുകൊണ്ട് ഇതിപ്പോൾ പലപ്പോഴും അല്ല പല ആൾക്കാരും ഇപ്പോൾ എന്താണ് ഫുഡെല്ലാം ഓർഡർ ചെയ്ത് വാങ്ങിക്കുന്ന. പിന്നെ അല്ല ഉച്ചക്ക് നമുക്ക് വരുന്നവരെ സ്വീകരിക്കേണ്ട തിരക്കുണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് ഡെയിലി റുട്ടീൻസ് ഉണ്ടാവും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ പെരുന്നാളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാവിലെ സുബഹിക്ക് ശേഷം നേരെ കിച്ചണിൽ വന്ന്, ഞാൻ 5:15 കിച്ചണിൽ വന്ന് നമ്മൾ പെട്ടെന്ന് എടുപിടി എന്നിട്ട് ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യും. ഒരു വെളുത്തുള്ളി ഉള്ളി ഒന്നും ഞാൻ തലേദിവസം ചെയ്ത് വെച്ചിട്ടില്ല, ചിലപ്പോൾ എല്ലാം അങ്ങനെ സെറ്റാക്കലുണ്ട്. പിന്നെ മുട്ടമാലയെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് രാവിലെ സമയം ഉണ്ടാവില്ല. പക്ഷേ മുട്ടമാലയൊന്നുമില്ല, വെറും ചോറ് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ രാവിലെ അത് ധാരാളം സമയം. പിന്നെ അത്ര കാര്യം ചോറൊന്നും വെക്കണ്ട, കുറേ വെക്കുന്നതിൻ്റെ കുറേ ഉള്ളി കട്ട് ചെയ്യണം, ഒരു പണിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ നല്ലോണം എല്ലാവരും സ്വീകരിക്കാൻ നിന്ന് അവർ ജ്യൂസ് പുഡിങ് ഉണ്ടാക്കിയിട്ട് മാംഗോ പുഡിങ് ഉണ്ടാക്കിയിട്ട് ഞാൻ പായസം ഉണ്ടല്ലോ അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ ഞാൻ ഇത് കുട്ടിക്ക് വായിൽ വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഹന്തിൻ്റെ പ്രൊഡക്റ്റ് ഇത് 599 നല്ല ചുരിദാറായിരുന്നു, നല്ല കംഫർട്ട്. ഇത് ഞാൻ 2 അടിച്ച് മാറ്റിയിരുന്നു. ഈ പിങ്ക് ഞാൻ പെരുന്നാളിലൊന്ന് രാവിലെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അവിടെ മാറ്റി വെച്ചതാണ്. ഭയങ്കര സുഖമാട്ടോ, എനിക്കൊന്ന് വെക്കാണ്ട് അടിച്ചാൽ
നമുക്ക് ഇങ്ങനെ ചൂടില്ലേനാ, അപ്പോൾ നല്ല സുഖമുള്ളൊരു ക്ലോത്തേനും അപ്പം തന്നെ സോൾഡ് ഔട്ട് ആയി പോയതാണ്. എന്തായാലും എല്ലാവരും സപ്പോർട്ടിനെല്ലാം ഭയങ്കര ചൂടുണ്ട്, താങ്ക്സ് ഏട്ടാ. ഞാൻ എന്തായാലും വായിൽ വെച്ച് കൊടുത്തിട്ട് ഇനി വൈകി ചോറ് വെച്ച് ദമ്മിട്ട് ചിലപ്പോൾ അത് തിരക്കായിരിക്കും. ഇൻഷാല്ലാ സമയം കിട്ടിയിട്ടുണ്ട് അല്ല ഉണ്ടാവും. അപ്പോൾ കുട്ടിയെ കൊടുക്കട്ടെ. അപ്പം നമ്മൾ ആയിഷയില്ല, ഇതാ കണ്ണുകൂട്ടി ഇരുന്നിട്ടുണ്ട് അയ്യാണ്ടുള്ള ഇട്ടിട്ട്. ആയിഷ എങ്ങനെയുണ്ട് പത്തിരി മീൻകറി? ഇഷ്ടമായിക്കാ? ആയിഷയ്ക്ക് ഇഷ്ടമായാ? ഇഷ്ടമായിക്കാ? നല്ല ഭംഗിയുണ്ടല്ലേ ആയിഷ അയ്യാണ്ട് ഇട്ടിട്ട്? അപ്പം ഇത് ആദി ഐലൈനർ ഇടൽ പരിപാടിയിലാണ്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ 1 by 1 ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. അവന്റെ മാക്സി എടുത്തു കൊടുക്ക്. നിങ്ങളിങ്ങനെ നോക്കല്ല, അന്നേരം തെറ്റിപ്പോട്. ഇങ്ങനെ കണ്ട് ഇത് തുറന്നോ. ഞാൻ റൂമിൽ നിന്നാട്ടാ വയൽ വെച്ച് കൊടുക്കുന്നെങ്കിൽ ഓരോരുത്തർ ഒരുങ്ങുന്നതിന്റെ ഇടയില് ആയുസുവിന് പത്തിരി മുമ്പേ കഴിച്ചതാവല്ലോ. അപ്പൊ നമുക്കില്ലേ ചോറ് വെക്കാൻ തുടങ്ങാം. ഓക്കെ, ചോറിന്റെ വെള്ളം തിളച്ച് ലെമൺ ഇവിടെ കുട്ടിയൊക്കില്ലേ അധികം പിന്നെ ഇങ്ങനെ എന്താ പറയാ വെന്ത ചോറ് ഇഷ്ടമല്ല. പിന്നെ കൂലി കളയട്ടെ. ഹാഫ് ലെമൺ ഒഴിച്ച് കൊടുത്താൽ നമുക്ക് ചോറില്ല ഒന്നൊന്നിനോട് തൊട്ടാണ്ട് അല്ല തൊടാണ്ട് അങ്ങനെയല്ല, ഒരു വെന്തടിഞ്ഞു പോവില്ല. ലെമണൊന്നും ഇതില്ല, ഒന്ന് ഹാഫും കൂടി വേണം കേട്ടോ. എന്താ പറയുക, ഒരു ഉഷാറില്ല ലെമൺ വേണ്ട. ഇതൊക്കെ കാണണം നിങ്ങൾ. വേഗം വരണേ. വേഗം വരണേ, വേഗം പോരിയാ. ഒരു ഫോട്ടോ എടുക്കാൻ എവിടെയോ പോയിട്ടുണ്ട് മക്കള്. അപ്പോൾ ഇത്തിരി കൂടി ഉപ്പ് വേണം. എൻ്റെ ഉപ്പിൻ്റെ പാത്രവും കലിയായി. ഞാനിന്ന് തേച്ച് ഇനിയിപ്പോൾ അത് പുതിയ പാക്കറ്റ് പൊട്ടിച്ചിടണം. ഇത്ര വേണ്ടാകുമ്പോൾ അതുകൊണ്ട് കപ്പിലല്ല. നിങ്ങൾ വിചാരിക്കുന്നത് കപ്പിൽ ഉപ്പ് സ്വന്തം വെള്ളത്തിൽ കുറച്ച് ഞാൻ ബീഫ് വന്നിട്ട് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അധികം വെള്ളം ഞാൻ ബീഫ് വെള്ളം ഒഴിക്കാണ്ട് തന്നെയാണ് വേവിച്ചത്. പക്ഷെ കുറച്ച് വെള്ളം ഉള്ളത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. കാരണം ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബീഫിൽ നമ്മൾ വേവിക്കുന്ന സമയത്ത് മഞ്ഞൾ മുളകൊന്നും ഞാൻ ഇടാറില്ല. കാരണം ആ ബീഫിൻ്റെ എന്താണ് വെന്ത ആ ഒരു ഗ്രേവി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ സ്റ്റോക്കിലേക്ക് ഒഴിക്കുമ്പോൾ പ്രത്യേക ഫ്ലേവറാണ് ചോറിന്. പിന്നെ വെറുതെ അത് കളയണ്ടല്ലോ. ഇങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ട്. ഇനി അരിയിട്ടെ. നിങ്ങൾ ചോറ് കാണുന്നില്ല, എന്നെയും കാണുന്നുള്ളൂ. ഞാൻ സ്റ്റാൻഡ് എടുത്ത് വെക്കാൻ എനിക്ക് മടിയാ, എന്താണെന്നറിയില്ല. അതുകൊണ്ട് കേട്ടോ, സോറി. ഞാൻ കുതിർത്തി വെച്ചതാണ്. അപ്പോൾ കുറച്ചധികം വെള്ളം വേണ്ടി വരും. കുതിർത്തി വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ കഴുകി അപ്പഴം വെക്കുന്നതിനും കുറച്ചുകൂടി നമുക്ക് വെള്ളം കൂടുതൽ കുതിർത്തി വെച്ചാൽ വേണ്ടി വരും. ഞാൻ ഇങ്ങനെ ഇപ്പോൾ കാണിച്ചത് എത്രത്തോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് എന്നുള്ള. ഇതാണ് നമ്മളെ ചോറ്. തിളക്കട്ടെ, അടച്ച് വെക്കുന്നുണ്ട്, തിളച്ച് സെറ്റാവട്ടെ. അപ്പോൾ നമ്മൾ ചോറ് റെഡിയാകുന്നുണ്ട്.
ഇങ്ങനെ നമ്മൾ ചെയ്ത് വെച്ചാൽ ഭയങ്കര സുഖമാണ്. രാവിലെ തന്നെ മസാല ഉണ്ടാക്കി വെക്കുക. ഇപ്പോൾ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന ആൾക്കാരെല്ലാം രാവിലെ തന്നെ മസാല ഉണ്ടാക്കി വെച്ചിട്ടല്ലേ പോവുക. ചില ആൾക്കാർക്ക് എന്താണ്, ആൾക്കാർ വരുന്നതിൻ്റെ ഇടയിലുണ്ടാവും വെപ്രാളപ്പെട്ട് ചോറ് വെക്കുക, അങ്ങനത്തെ പരിപാടിയല്ലേ. എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ആരെങ്കിലും വന്നാൽ ഒരു ജോലി ചെയ്യാൻ പറ്റൂല. ചിലപ്പോൾ അത് നല്ല സ്വഭാവമല്ല എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആരുടെയും നമുക്ക് ജോലി ചെയ്യാൻ കഴിയണം. എനിക്ക് ആരെങ്കിലും വന്നൊരു വെപ്രാളം, അവരോട് സംസാരിക്കാൻ വേണ്ട, ഫുഡ് ഉണ്ടാക്കാൻ വേണ്ട, എന്താണെന്ന് അറിയില്ല. പക്ഷെ പെട്ടെന്ന് ഒരാൾ വന്നാൽ പെട്ടെന്ന് ഒരു ചായ കണ്ടില്ല ഞാൻ കൊടുക്കുവേ. പെരുന്നാളുണ്ടെന്നല്ലോ പിന്നെ എനിക്ക് ചോറിൽ ഉപ്പിട്ടിനോ മസാല എന്തെങ്കിലും പൗഡർ ഇട്ട് ഇതെല്ലാം നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ നമ്മൾ വേഗം എന്താണ് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. വരുന്നതെല്ലാം നന്നായിട്ട് സ്വീകരിച്ച് ഓരോ ഫുഡെല്ലാം കൊടുത്ത്. ഇപ്പോൾ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് നമുക്കൊക്കെ ആണെങ്കിൽ ഇവിടെ നിസ്കാരം കഴിഞ്ഞ് ഫാമിലിയിലുള്ള ആൾക്കാരെല്ലാം വരും. അപ്പോൾ കയറി ഇറങ്ങി ഇപ്പോൾ ഞാൻ ചോറ് വെച്ചാൽ ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് ഇവിടത്തേക്കെങ്കിലും ഇറങ്ങട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ മനസ്സ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് തീരെ മൂടില്ലാത്ത പെരുന്നാൾ അങ്ങനെ നമ്മൾ പറയരുത്. നമുക്ക് എന്തുണ്ടെങ്കിൽ നമ്മൾ നല്ല സന്തോഷിക്കുന്ന ദിവസമാണ് പെരുന്നാൾ. അതേപോലെ ഒന്നാമത് എനിക്ക് ഇപ്രാവശ്യത്തെ ക്ലോത്തിങ് ബ്രാൻഡിൽ പർച്ചേസ് ചെയ്യാൻ പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈദ് കളക്ഷന് നമുക്ക് ഹംദിൽ കൊണ്ടുവരാൻ പറ്റില്ല. അതിൻ്റെ മാനസിക സമ്മർദ്ദം എനിക്ക് ചെറുതൊന്നുമല്ല. അത്രയും ഞാൻ എഫേർട്ട് എടുത്തിട്ട് ഇവിടെ വരെ എത്തിച്ചത്. അപ്പോൾ എനിക്ക് പോകാൻ സാധിച്ചില്ല. അതിൻ്റെ കുറേ റീസൺ നമുക്കിപ്പോൾ എല്ലാം പബ്ലിക്കായിട്ട് പറയേണ്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഉരുകലുണ്ട് ഞാൻ. ഓരോ സ്ക്രീൻഷോട്ട് എനിക്ക് വരുമ്പോഴും നോ പറയുമ്പോഴും ഇതിൻ്റെ പുതിയ കളക്ഷൻ എന്താ ഇല്ലാന്ന് ചോദിച്ചു വരുന്ന മെസ്സേജിന് മറുപടി കൊടുത്തിട്ട് ഞാൻ മടുത്ത്. പക്ഷെ എനിക്ക് ചിന്തിക്കാൻ മോപ്പ് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നന്നായിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബോറടിക്കാനോ അങ്ങനെ വെറുതെ ഇരിക്കാനൊന്നും സമയമില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളത് വരുന്നൊരു സങ്കടം. ഞാൻ അത്രയും ഡെവലപ്പ് ചെയ്തെടുത്ത് നമ്മൾ അത്രയും കസ്റ്റമർ ഫീഡ്ബാക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ഏറ്റവും ഈ ഒരു പെരുന്നാൾ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു ടൈമാണ്. നമ്മൾ ഏറ്റവും വലിയൊരു ടൈമാണ് ക്ലോത്തിങ് ബിസിനസ്സിൻ്റെ. അപ്പോൾ ആ ഒരു ടൈം എനിക്ക് നഷ്ടപ്പെട്ടോണ്ട് നല്ല ടെൻഷനുണ്ട്. ടെൻഷൻ ഇല്ലാണ്ടില്ല. പിന്നെ അത് മെയിനായിട്ട് എനിക്കൊന്നിനും മൂടില്ല, എന്താ പറയണ്ട. പിന്നെ മാനസികമായിട്ട് എന്തെല്ലോ എനിക്ക് ഞാൻ വിചാരിച്ച സാധനം എൻ്റെ പേജിൽ കൊണ്ടുവരണം. അല്ലാണ്ട് ആ പൂപ്പ സാധനമൊന്നും ഞാൻ എടുക്കുന്നു. അതല്ല എനിക്ക് ഞാൻ ഇവിടെ വീട്ടിലിരുന്നാലും എനിക്ക് എൻ്റെ ഡീലേഴ്സ് ഇവിടെ എത്തിച്ച്. പക്ഷേങ്കിൽ അതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ പോയി കണ്ട് തൊട്ട് നോക്കി കൊണ്ടുവരുന്ന ഒരു കോൺഫിഡൻറ്റ് എനിക്ക് അവരയച്ചു തന്നിട്ട് നിങ്ങൾക്ക് തരാനുള്ള ഇഷ്ടമില്ലാത്തതുകൊണ്ടും അതൊക്കെ കൊണ്ട് ഞാൻ ബാക്കോട്ട് അടിച്ചതാണ്. കാരണം അത്രയും നമുക്ക് പിന്നെന്താണ് ഇപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് നമ്മൾ ഓരോ ഡീലേഴ്സ് ഇങ്ങോട്ട് സമീപിക്കുന്നുണ്ട്. നമ്മൾ പേജ് കണ്ടിട്ട് ഓൺലൈൻ ത്രൂ തന്നെ. പക്ഷെ അവരടുത്ത് പോകണം, അവരുടെ മാനുഫാക്ചർ എന്താണെന്ന് അറിയണം, അവരോട് സംസാരിക്കണം. എന്നാലേ എനിക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ, എന്നാലേ എനിക്ക് ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ കുറച്ച് സമയം ഞാൻ എപ്പോഴും നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ പേജ് നോക്കിയാൽ ഇടയ്ക്ക് ബ്രേക്ക് വരും. ബ്രേക്ക് വരുന്ന കണ്ട് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാത്ത ഒരാളാണ്. എനിക്ക് കൂടെ ഒരാൾ വേണം. പിന്നെ ഒരു ഷോപ്പ് തുറന്ന് നമ്മൾ അവിടെ പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് ബുദ്ധിമുട്ടില്ല. ഓൺലൈൻ ത്രൂ നമ്മളൊരു ബിസിനസ് ചെയ്യും. പല ആൾക്കും ബിസിനസ്സിൻ്റെ ഡൗട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ ഓൺലൈനിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ വൻകിട മാനുഫാക്ചേഴ്സായിട്ട് മത്സരിക്കുന്നത്. അത് നിങ്ങൾ ഓർക്കണം. ഇപ്പം അങ്ങനെ ഓൺലൈനിൽ അത്രയും ഹെവി മില്യൺ ഫോളോവേഴ്സുള്ള പേജിൻ്റെ ഒക്കെ തന്നെ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇത്രയും ഒരു ഫീഡ്ബാക്ക് എടുത്തിട്ടുള്ളതെന്നുള്ളൊരു വലിയ സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, ഇതിനെപ്പറ്റി പഠിച്ചറിഞ്ഞാൽ നമുക്ക് അതിൻ്റെയൊക്കെ മനസ്സിലാവുള്ളൂ. ഞാൻ ഇതിൻ്റെ പേജ് തുടങ്ങുന്നതിൻ്റെ എത്രയോ മുമ്പേ ഞാൻ പഠിച്ചതാണ്. ഇതിനെപ്പറ്റി ഞാൻ പഠിക്കാൻ തുടങ്ങിയതാണ്. ഞാൻ 1 വർഷത്തോളം ഞാൻ ഇതിൻ്റെ പിന്നാലെ നടന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുന്ന കാര്യം അവതരിപ്പിച്ചിട്ടുള്ളൂ. കാരണം നമ്മളൊന്നും അറിയാണ്ട് പുള്ളിക്കാരോട് എനിക്ക് തുടങ്ങണമെന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. അന്ന് അത്രയും ഞാൻ എന്നെ മനസ്സിലാക്കിയും ഡീറ്റെയിലിങ്ങും ഒക്കെ എടുത്ത് അങ്ങനെ വീട്ടിലുള്ളിരുന്ന് തന്നെ അതിൻ്റെ പിന്നാലെ നടന്ന് ഏകദേശം എനിക്ക് മനസ്സിലൊരു കോൺഫിഡൻസ് എനിക്ക് തുടങ്ങാം. ഇനി എനിക്ക് ആവുന്നുള്ളൊരു ഇതുവരെ ഞാൻ പറഞ്ഞത് എനിക്കിങ്ങനെ തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുള്ളത്. പക്ഷെ നാട്ടിലുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് പോകാൻ വരാം. പക്ഷേ ഈ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ബാങ്ക് കൊടുക്കും. അപ്പോൾ ഞാൻ മാങ്ങ കൊടുക്കട്ടെ. ചോറ് എന്തായാലും ബാങ്ക് കൊടുത്തോണ്ടാ ഞാൻ സ്റ്റോപ്പ് ആക്കിട്ടാ. അപ്പോൾ പിന്നെ പറഞ്ഞല്ലാരോട് മറന്നും പോയി. അങ്ങനെയാണ് ഞാൻ. അപ്പോൾ ഞാൻ മാങ്ങ എന്താടാ ഓക്കെ. ഞാൻ ഷുഗർ കട്ട് ചെയ്യുന്നു, അതുകൊണ്ട് കുറച്ച് മുറിച്ചിടാം. കുറേ മുറിച്ചിട്ടാൽ പിന്നെ 2 എണ്ണം മുറിച്ചിട്ടാൽ ഫുള്ളൊന്ന് തിന്നു.
ചോറിന് ബിരിയാണിൻ്റെ ഒക്കെ സൈഡിൽ മാങ്ങയും ബത്തക്കയൊന്നും ഇല്ലെങ്കിൽ സുഖം കിട്ടൂല. പെരുന്നാളല്ലേ. കുറേശ്ശം ബത്തക്കയും മുറിച്ചെടുക്കാം. മാംഗോ പുഡിങ്ങാണ് നമ്മൾ ഉണ്ടാക്കിയത്. പക്ഷെ അതൊക്കെ അങ്ങോട്ട് ശരിയായിട്ടില്ല. എൻ്റെ മോളേനും ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. എൻ്റെ ഫോൺ ഇപ്പോൾ ചാർജില്ല, ഓഫ് ചെയ്യും. ഇത് ഇത്രയും ഒരു ഫോട്ടോഷൂട്ട് നടത്തിയതാണ്. ഞാനിത് ചാർജ് കുത്തട്ടെ. ഇനി ചോറെല്ലാം തിന്ന് പെട്ടെന്ന് പോകട്ടെ. ഇൻഷാ അല്ലാഹ് സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ബാക്കിയുള്ളത് കൂടി എടുക്കും. അപ്പോൾ എല്ലാവരും പെരുന്നാളെല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ആഘോഷിച്ചിട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ്. എന്നാലും മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഫുള്ള് ബ്രൈറ്റ്നസ് എല്ലാം പോയി. ഞാനിപ്പോൾ ഫോട്ടോ ഞാൻ കൈയായിട്ട് ഫോൺ ചാർജ് കുത്തട്ടെ. എൻ്റെ ചോറ് ദമ്മിടണം. ഓക്കെ, എൻ്റെ നിസ്കരിച്ച് ചോറ് തിന്നും. ഉമ്മ ഇപ്പം വരും. ഓക്കെ, ഉമ്മ കുറച്ച് മീനുണ്ട്, അത് മസാല വേറെ സിബിലും കാണിക്കാൻ മറന്നേക്ക്. അത് മീനിൻ്റെ ഉമ്മ ബീഫ് മട്ടനൊന്നും കൂട്ടില്ല. ഉമ്മാൻ്റെ വേറെ ചോറ് ദമ്മിടണം, നമ്മളെ ചോറ് വേറെ ദമ്മിടണം. പിന്നെ അങ്ങനെ സെറ്റാക്കണം. റൈത്ത കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ട് നേരത്തെ തന്നെ. പിന്നെ കട്ടിങ് ഒന്നും ചെയ്യില്ല. കുളിച്ചാൽ പിന്നെ ഉള്ളിയൊന്നും കട്ട് ചെയ്യില്ല. ഭയങ്കര സ്മെല്ലായിരിക്കും. നമ്മുടെ ഡ്രസ്സെല്ലാം മണക്കും. അപ്പോൾ ഞാൻ കൈ കഴിഞ്ഞിട്ട് ഫോൺ ചാർജ് കുത്തട്ടെ. ഓക്കെ.